ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് പാതിരാക്കുറാണ് കൊന്നേക്കേണ്ട പള്ളിയിലവിടെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്തെന്ന് കണ്ടിട്ട് വരാം. സെമിത്തേരിയിൽ എല്ലാവരും തിരിയൊക്കെ കത്തിച്ച് ഭയങ്കര പ്രാർത്ഥനയ്ക്കാണ് കേട്ടോ. അപ്പോൾ കുർബാന തുടങ്ങാറായി. നമ്മൾ വന്നപ്പോൾ വൈകി, പരിപാടിയൊക്കെ തുടങ്ങി. അവിടെ മക്കളെത്തിയത് ഒരുപാട് വൈകിയാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസിൻ്റെ പാതിരാ കുർബാനയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറേ നമ്മുടെ പർച്ചേസിങ് വീഡിയോ ഒക്കെ അതിൻ്റെ ഇടയിലൊക്കെ വരും കേട്ടോ. എന്നാലും ചെറിയൊരു വീഡിയോ അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു കുഞ്ഞു സന്തോഷം, നമ്മുടെ മക്കളുമായിട്ടുള്ളൊരു ക്രിസ്മസ് രാത്രി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞൊരു ക്രിസ്മസ് രാത്രി നേരുന്നു. എല്ലാവരുടെയും മനസ്സിലും ജീവിതത്തിലും രക്ഷകൻ പിറക്കട്ടെ. ജീവിതത്തിൽ രക്ഷ തേടാൻ, വിഷമങ്ങൾ മാറാനും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഈ ഒരു ക്രിസ്മസും വരുന്ന നവവത്സരവും നല്ലൊരു അനുഗ്രഹമായി തീരട്ടെ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തൊപ്പി ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഗ്യാപ്പ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ദൈവൻ്റെ ഗ്യാപ്പ് മേടിച്ചാണ് വെച്ചത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ നമ്മുടെ പള്ളിയിലുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴേക്കും അവിടെ പാട്ടുണ്ട് കേട്ടോ, കരോൾ ഗാനത്തിൻ്റെ ഒരു ഇത് സൗണ്ട് കേൾക്കണതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കിയിട്ട് ഓവർലാപ്പ് കൊടുക്കണത്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വന്നാലോ. അപ്പോൾ അതെല്ലാവരും നേരത്തെ വന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടാണ്. നമ്മളിതിപ്പോൾ എത്തിയുള്ളൂ. ക്രിസ്മസിൻ്റെ ആ രാത്രിയിലാണ്. ഇതുവരെ അവൻ്റെ ഹെൻറി മാഷ്, അവൻ്റെ സാറായിരുന്നു. അപ്പോൾ ഇവിടെ കരോൾ ഗാനം നടക്കേണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് കോപ്പിറൈറ്റ്. പാട്ടിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോഴേക്കും കുറച്ചൊക്കെ കഴിഞ്ഞ് ലാസ്റ്റത്തെ ആയി. ഞാൻ ഇത്രയൊക്കെ എടുത്ത് അവിടുത്തെ ഓഡിയൻസും പള്ളിയുടെ ആ ഫ്രണ്ടേജൊക്കെ ഒന്നെടുത്ത് ഇതേപ്പോൾ തന്നെ കുർബാന തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ സമ്മാനമൊക്കെ ഇപ്പം തന്നെ വിതരണം ചെയ്യൂട്ടാ. നല്ല പാട്ടൊക്കെ ആയിരുന്നു എല്ലാവരുടെയും. അപ്പോൾ കുട്ടികളും യൂത്തൊക്കെ ആയിട്ടുള്ളവരായിരുന്നു പാടാൻ നിന്നിരുന്നത്. നന്നായിരുന്നു കേട്ടോ പാട്ടുകളൊക്കെ. നമ്മൾ കേട്ടോടത്തോളം വലിയൊരു സ്റ്റാർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്ത വാൽനക്ഷത്രം. അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അത് നല്ല നീളം താഴെ വരെ ഉണ്ട് കേട്ടോ. ആൺകുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് പാടാൻ. പുറകിൽ നിൽക്കുന്നുണ്ട്. ഞാനത് ഇപ്പോഴാണ് വീഡിയോയിൽ കൂടെ ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായാലും നല്ല പരിപാടിയായിരുന്നു. നമ്മൾ മറ്റേ പള്ളിയിലൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു നമുക്ക് വിഷമമായിരുന്നു, നമ്മുടെ പള്ളിയിലില്ലല്ലോ എന്ന്. അപ്പം പിറ്റേന്ന്, അതായത് ക്രിസ്മസ് രാത്രിയാണ് കേട്ടോ ഇത്, പാതിരാ കുർബാനയ്ക്ക് മുമ്പായിട്ട്. പക്ഷെ ഇത് കണ്ടോ, ഓഡിയൻസിൽ വല്ലവരൊക്കെയാണെന്ന് റെഡും ഗ്രീനൊക്കെ ഇട്ടേക്കണം. അതേസമയം നമ്മളന്ന് അമ്പഴക്കാട് പള്ളി കണ്ടപ്പോൾ എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സപ്പോർട്ടായിരുന്നു. വൈറ്റും റെഡും ക്യാപ്പും ഉണ്ടായിരുന്നു. ഇതിപ്പം നമ്മൾ കാണാൻ വന്നവർ സാധാരണ വന്നവരെ പോലെ തന്നെയാണ് വന്നേക്കണം. പിന്നെ നമ്മുടെ യൂത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. നല്ലൊരു ഭംഗിയായിരുന്നു. പുൽക്കൂടും അതിൻ്റെ പരിസരമൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അവരുടെ വെള്ളം ചാടുന്നതൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, തീ കൂട്ടി കത്തിക്കണ പോലെയും കുഞ്ഞു കുഞ്ഞു വീടുകളും നന്നായിട്ട് അവരതിനകത്ത് കഷ്ടപ്പെട്ടു. അന്ന് നമ്മൾ വന്നപ്പോൾ തുടക്കം ഒരെണ്ണം എടുത്തില്ലേ, അവർ പണിപ്പുരയിലായിരുന്നു. നമ്മളൊരു മറ്റേ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പെരുന്നാൾ ഇനി വന്ന വഴി ഇവിടെ അവർ പണിയുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തുടക്കമായിരുന്നു. അതൊക്കെയാണ് ഇങ്ങനെ മനോഹരമാക്കിയേക്കണം അവർ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് ഉണ്ട്. നന്നായിരുന്നു. ഒരു ഒത്തൊരുമയുടെ വിജയമാണ് ഈ കാണുന്നത് കേട്ടോ. അവരെല്ലാവരും ഉണ്ടായിരുന്നു. രാത്രികളിൽ 3-4 രാത്രികളിലൊക്കെ അവിടെ നിന്ന് പണിയെടുക്കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. പിന്നെ ഇങ്ങനെ ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത് വരുമ്പോൾ അവിടെ ഒരു ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നിറവും ഒരു ഹൈറ്റായിട്ടുള്ളൊരു ട്രീ ആണ്. കുറേ പേപ്പറുകളൊക്കെ. പക്ഷെ അത് ഇട്ട് തീരണേന് മുമ്പ് എൻ്റെ പിള്ളേരതേ തീർക്കണുണ്ടായിരുന്നു. പുറകിൽ തകർക്കുന്നുണ്ട് കുറച്ച് പിള്ളേരട്ടാ. കുഞ്ഞു മക്കൾ വന്നിട്ടേ അതിൽ തൂക്കിയിട്ടിരിക്കുന്ന വള്ളികളൊക്കെ എടുത്ത് പറിക്കലും കളിക്കലും എറിയലും അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇത് ആരും കാണാത്തൊരു പരിപാടിയായിരുന്നു കേട്ടോ. അവരുടെ പാരൻസ് കണ്ടിട്ടും ഇല്ല. അവർക്ക് തമ്മിൽ കളിക്കാനൊരു അവസരവും. അന്ന് അതൊക്കെ വലിച്ച് ഊരി എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എറിഞ്ഞ് കളിക്കുന്നതൊന്നും ആരും കണ്ടില്ല. അവസാനം രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ 105 സെന്റ് പീറ്റർ. അങ്ങനെ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ 103 വിശുദ്ധ ദൈവ സഹായം. അപ്പോൾ എല്ലാവർക്കും കൂടി പ്രത്യേകമായിട്ട് 10 മണി മുതൽ ഈ നിമിഷം വരെയും ക്ഷമാപൂർവം ഇവിടെ ആയിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും. പിന്നെ അവിടെ കാഴ്ചകളൊക്കെ കണ്ടില്ല. അവരും അവിടെ സ്റ്റെൽവിൻ നാട്ടിൻ പേര്. അവൻ്റെ ഫ്രണ്ടാണ്, സീനിയറാണ് അവനിൽ. എന്നാലും ഡാൻസൊക്കെ പഠിക്കാൻ വേണ്ടി ഇവനെ എപ്പോഴും വിളിച്ചുകൊണ്ട് പോയി പഠിപ്പിച്ചൊക്കെ കൊടുക്കൂട്ടാ. അപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞ് ന്യൂ ഇയറിന് അവർ റെഡി ആകുന്നുണ്ട്.
അപ്പോൾ അത് അവർ രണ്ടുപേരും കൂടി അവിടെ നിന്നപ്പോൾ ഞാൻ എടുത്താണ്. ഇപ്പോൾ നന്നായിട്ട് കാണാം കേട്ടോ, നല്ല ലൈറ്റ് നേരെ നിന്ന് എടുക്കാൻ പറ്റി. നേരത്തെ എനിക്ക് ആ പാട്ടിൻ്റെ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ആ സ്റ്റാർ നോക്കി ദൂരെ മലകളുടെ ബാക്കിലായിട്ട് അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ടുണ്ട്. കിണറും തൊട്ടിയും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. പിന്നെ ഒരു ഏറുമാടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവർ, അതൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് രാത്രിയിൽ ആ ഒരു കാഴ്ചയാണ് ബെത്ലഹേം. എനിക്ക് ആ ബാക്കിൽ ഒരു സ്റ്റാറായി ഇരുട്ടത്ത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ മലനിരകളുടെ പുറകിലായിട്ട് ലോങ് വ്യൂ നോക്കുമ്പോൾ കണ്ട അത് സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടമായി. റമാപ്പോഴും മുഖം ബുദ്ധി കളയുള്ളൂ. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ സുന്ദരിയാണ് കേട്ടാ. നമ്മുടെ മൂക്കുത്താനായിട്ട് റെഡി ആക്കിക്കണ ആളാണ്. മൂക്കുത്തുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ പാതിരാക്കുറാന തുടങ്ങാറായി. എല്ലാവരും സീറ്റൊക്കെ പിടിച്ചിരിക്കണേണ്. ഇപ്പോൾ വണ്ടി വിടുന്നുള്ള രീതിയിൽ ഉണ്ടാകത്ത് കയറിയിട്ട് കുറേ പേര് പുറത്ത് കണ്ട് എല്ലാവരും ഇപ്പോഴേ വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ കുർബാന ഇറങ്ങുമ്പോഴല്ലേ നമ്മൾ വിഷ് ചെയ്യാറില്ലേ, എല്ലാവരും ഇപ്പോൾ ഓടിയിടുന്ന വിഷ് ചെയ്ത്. കുറേ പേര് സെമിത്തേരിയിൽ പ്രാർത്ഥിക്കണവർ, കുറേ പേര് അകത്ത് പ്രാർത്ഥിക്കണവർ. പള്ളിയിലോട്ട് പോവാൻ ഇപ്പോൾ കുർബാന തുടങ്ങും. ചൂട് കുടുംബങ്ങളിലേക്കും വരവേൽക്കുന്ന ദിവസം ഏഷ്യ പ്രവാചകനും ജെറമിയ പ്രവാചകനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ച ദൈവപുത്രൻ്റെ രാജാതിരാജൻ്റെ ജനനം സംഭവിച്ചത് മാളികയിലോ മഹാസദസ്സിലോ അല്ല, കന്നുകാലികൾ ഒരു തൊഴുത്തിലാണ്. എന്നും സമാധാനം ഉണ്ടായിരിക്കുക എന്നതാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ഈ സമാധാനം കാത്തു സൂക്ഷിക്കുവാനുള്ള വഴി ക്രിസ്തുമസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥനാ നിരതമായ ക്രിസ്തുമസ് നാളുകൾ ഡിസംബർ മഞ്ഞിലെ വർണ്ണശബളമായ ആഘോഷങ്ങൾക്ക് വേദിയാകും. ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നക്ഷത്രങ്ങൾ മാനത്ത് വിരിയുന്ന ഈ ക്രിസ്തുമസ് രാവിൽ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി ഭൂജാതനാകുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. നമ്മുടെ പാട്ടുകാരാണ് കേട്ടോ, ജാസിലും അതിൻ്റെ ടീമുമാണ് കേട്ടോ. അങ്ങനെ കുർബാന തുടങ്ങി കേട്ടോ. പിന്നെ കുറച്ച് മാത്രമേ അത് എടുക്കണുള്ളൂ. അപ്പോൾ പ്രവേശന ഗാനം തുടങ്ങിയിട്ട് അച്ഛന് കുർബാനക്കായിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള കുട്ടികളൊക്കെ റെഡും പിന്നെ റെഡ് ക്യാപ്പും അങ്ങനെയൊക്കെ ധരിച്ചിരുന്നു. ബാക്കി കുർബാനക്ക് വന്നവരൊക്കെ സാധാരണ അവരവരുടെ വേഷങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു ക്രിസ്മസ് ഫീലൊക്കെ തോന്നുന്നുണ്ട്. മുകളിൽ നിന്ന് എടുക്കുമ്പോൾ കാണാനൊരു സാന്താക്ലോസിൻ്റെ ക്യാപ്പും ഒക്കെ ആയിട്ട് കുട്ടികളും ഒക്കെ ആയിട്ട് പുറകിൽ നിന്ന് അച്ഛന്മാർ വരുന്നുണ്ട് കേട്ടോ നമുക്ക് കുർബാന തുടങ്ങാനായിട്ട്. അപ്പോൾ അവരെ വരവേറ്റിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഉണ്ണീനെയും കൊണ്ട് അച്ഛൻ കൊണ്ടുവന്നിട്ട് നമുക്ക് ഉണ്ണീനെ അവിടെ വെച്ച് അങ്ങനെ നമുക്ക് കുർബാനയൊക്കെ തുടങ്ങി. ഇത് നമ്മുടെ പള്ളിയിലുള്ള അതിൻ്റെ ആൾക്കാരൊക്കെയാണ് കേട്ടോ. അപ്പം പുറകിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ എനിക്ക് നല്ല ഹൈറ്റില്ലാത്തതുകൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ കിട്ടൂല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് കുർബാനയുടെ സമയത്ത് വീഡിയോ എടുക്കുന്നത്. അതും കുർബാന നല്ല ഭക്തിസാന്ദ്രമായി നടക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, നമ്മളും അതിൽ അറ്റൻഡ് ചെയ്യണമല്ലേ. അതുകൊണ്ട് ചില ഭാഗങ്ങളാണ് ഞാൻ എപ്പോഴും പെരുന്നാൾ കുർബാനയിലായാലും പ്രധാന ഭാഗങ്ങൾ മാത്രം അങ്ങനെ എടുക്കൂട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അച്ഛനും ഉണ്ണീശോനെയും കൊണ്ട് വരുന്നതാണ് കേട്ടോ. ഉണ്ണീശോനെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടാണ് നമുക്കിനി കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഡീക്കനാണ് കേട്ടോ. ഇത് നമ്മുടെ വികാരി അച്ഛനാണ് ഉണ്ണീശോനെ എടുത്തത്. കൊച്ചച്ഛനാണ് ഫ്രണ്ടിൽ പോയത്. പിന്നെ ഒരു അച്ഛൻ നമുക്ക് കപ്പുച്ചൻ്റെ അച്ഛനെ പോലെ നമ്മുടെ കാപ്പി ഉടുപ്പിടുന്ന ഒരു അച്ഛനുണ്ട് കേട്ടോ. അച്ഛൻ എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട് പെരുന്നാളും ഒക്കെ ആവുമ്പോൾ കുമ്പസാരിപ്പിക്കാനൊക്കെ. അപ്പം ഉണ്ണീനെ അവിടെ വെച്ച് വണങ്ങി അതിനും ധൂപമൊക്കെ അർപ്പിച്ചിട്ട് പിന്നെ കുർബാന തുടങ്ങിയിട്ടാ.
നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ കണ്ട നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ തെർമോക്കോൾ എന്തിലും ആണോ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ വലിയ പൂവ് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാ അച്ഛന്മാരും ബലിപീഠത്തിൽ വന്ന് ബലിപീഠം ചുംബിച്ച് നമുക്ക് കുർബാന ആരംഭിച്ചട്ടോ. സഹോദരന്മാരെ, യുവജനങ്ങളെ, വാത്സല്യമുള്ള പരിശുദ്ധമായ പരിപാലനമായ ഈ രാത്രിയിൽ പരിശുദ്ധമായ വിധിവേദത്തിൽ അറിഞ്ഞുകൊണ്ട് 2025 ക്രിസ്മസ് നാം കാണുകയാണ്. ഏതാനും നിമിഷങ്ങളുമാണ് വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ 2025 ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ആ കവാടം തുറന്നു കൊടുക്കുകയുണ്ടായി. ബസിലിക്കയുടെ കവാടം തുറന്നുകൊണ്ട് ലോകവാസികളുടെ എല്ലാ ജനങ്ങളും പ്രത്യാശയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ആഹ്വാനം ചെയ്യുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് രാത്രി ഏറ്റവും വലിയ സന്ദേശം പ്രത്യാശയുടെ സന്ദേശമാണ്. വിശ്വാസത്തോടുകൂടി യേശുവിന്റെ സ്നേഹം മഹത്വപരമായ മുന്നേറുവാൻ പെൺകുട്ടിൽ ജാതകമായ യേശുവിന്റെ ചരിത്രം സേതുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ രാത്രിയിൽ വിശ്വാസപൂർവ്വം ത്യാഗപൂർവ്വം ഇവിടെ അടിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ യുവത്തെയും സവിശേഷമായി ആസ്വദിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു ദർശനം നടക്കുക.
പിന്നെ നമ്മുടെ ഒരു പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ക്രിസ്മസിൻ്റെ സന്ദേശമൊക്കെ. പക്ഷെ നമുക്ക് അതൊന്നും എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് നമ്മൾ അകത്ത് നിന്ന് എടുക്കുമ്പോൾ ഒന്നും വോളിയം കറക്റ്റ് ആവില്ല. ഞാൻ പിന്നെ സുവിശേഷം വായന മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് പിന്നെ കാഴ്ചവെപ്പ് ഉണ്ടായിരുന്നു. കാഴ്ചവെപ്പ് യൂത്തായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അന്ന്. അപ്പോൾ യൂത്തിൻ്റെ കാഴ്ചവെപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുർബാനയുടെ മധ്യേ. പിന്നെ കുർബാന സ്വീകരണം അതുപോലുള്ള ചടങ്ങുകളൊക്കെ കൂടിയായിരുന്നു. എല്ലാവർക്കും കുർബാന മൊത്തം ഇടുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കത് നമ്മുടെ പ്രാർത്ഥന കൂടുതലും ശരിക്കും ഹോളി കോൾസിൻ്റെ ചാനലിലാണ് ഇനി വരുള്ളൂ. ഞാൻ ഈ ഒരു ന്യൂ ഇയർ വീഡിയോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്കാണ് ഇടാൻ ഉദ്ദേശിക്കണം. പിന്നെ അച്ഛൻ എല്ലാവർക്കും നന്ദി പറയലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഒരു ചേച്ചി അമ്മയാണ് ഇരുന്ന് ഇങ്ങനെ ജപമാല ഉരുട്ടണം കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ ഓർക്കിയിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെയാണ് ഇന്നത്തെ തലമുറ ഇങ്ങനെ ഉണ്ടാവും. ഓരോ സമയം അവർ ജപമാല ഉരുട്ടിയിരിക്കും. പിന്നെ അച്ഛൻ കുർബാന കഴിഞ്ഞിട്ട് നന്ദി പറയലും പിന്നെ അതുപോലെ സമ്മാനദാനം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കരോൾ ഗാനത്തിൻ്റെ സമ്മാന വിതരണമൊക്കെ ആയിരുന്നു. 3 പേർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് വികാരിയച്ഛനും ഡീക്കനുമാണ് കേട്ടോ. കൊച്ചച്ഛനാണ് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തത് കേട്ടോ. സെന്റ് ജോൺ പോൾ സെന്റ് ഫ്രാൻസിസ് സേവിയർ സെന്റ് മദർ തെരേസ ഫ്രാൻസിസ് സേവിയർ മദർ തെരേസ ശക്തമായിട്ട്
പിന്നെ അച്ഛൻ്റെ ആശീർവാദമായിരുന്നു കേട്ടോ. പുത്രൻ അവിടെ ഒരു കൂടാരത്തിൽ ആടുകളുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയിലുള്ള പുൽക്കൂടുകളും കാഴ്ചകളൊക്കെയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ പോയിട്ടാണെങ്കിൽ അടുത്തുള്ള വീട്ടിലെ പുൽക്കൂടൊക്കെ കാണാനൊക്കെ നമ്മൾ പോയിട്ടോ. ഇത് നമ്മുടെ കുരിശുപള്ളിയാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത്. ഇത് നമ്മുടെ ഇടവകപ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വീടെത്തി. ഇതാണ് നമ്മൾ ആ രാത്രിയിൽ തട്ടിക്കൂട്ടിയ പുൽക്കൂട് കേട്ടോ. അന്ന് നമ്മളൊരു ടീപ്പോൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരുക്കിയത്. എന്നിട്ടാണ് പള്ളിയിൽ പോയത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ പുൽക്കൂട്. മുല്ലപ്പൂവാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങി എന്നൊക്കെ പറയും. ഇതാണ് നമ്മൾ വാങ്ങിയ പുൽക്കൂടും ഉണ്ണീഷോ സെറ്റും കേട്ടോ. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ പുൽക്കൂട്. ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയത്. രാത്രി 9 മണിയായപ്പോൾ നമ്മൾ ചാലക്കുടി പോയിട്ടാണ് പുൽക്കൂടും അതിൽ വെച്ചേക്കുന്ന സെറ്റും മേടിച്ചത്. ഈ ലൈറ്റും ട്രീ കഴിഞ്ഞാലും ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഈ മെറി ക്രിസ്മസ് ഈ ബെല്ലും ഇന്നലെ മേടിച്ചാണ് കേട്ടോ. നമ്മുടെ നട നിങ്ങൾക്ക് പരിചിതമല്ലേ, നമ്മുടെ റീലിലൊക്കെ നിങ്ങൾ കാണണമല്ലേ. പ്രാർത്ഥന കഴിഞ്ഞുള്ളൂ കേട്ടോ ഇപ്പം. അപ്പം എല്ലാം എൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് 25-ാം തീയതി ക്രിസ്മസ് ആയിട്ട് ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ച് കുറേ നേരം ബൈബിൾ വായിച്ച്. സാധാരണ കുറച്ച് നേരം വായിക്കുള്ളൂ, കറണ്ട് പോയി. അപ്പോൾ ദൈവം അത് അനുഗ്രഹമാക്കി, അതുകൊണ്ട് കുറേ നേരം വായിച്ച്. പിന്നെ നമ്മൾ ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതൊക്കെ ചൊല്ലി അങ്ങനെ ഇപ്പം പ്രാർത്ഥന കഴിഞ്ഞുള്ളൂ. അപ്പോഴാണ് എൻ്റെ കൈ ഒഴിഞ്ഞത്. ഇന്നലെ തുടങ്ങി ഈ നേരം വരെ തിരക്കായിരുന്നു ഗൈസ്. നല്ലൊരു വീഡിയോ ഇടാനോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനോ എനിക്ക് യോഗമില്ല. ഭക്ഷണം ഉണ്ടാക്കുക, പാത്രം കഴുകുക, അങ്ങനെയാണ്. ഒരു വിശേഷ ദിവസം വന്നാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നിനും സമയം ഉണ്ടാവില്ല.
അതുകൊണ്ട് നിങ്ങളെ വിഷ് ചെയ്യാനായിട്ട് വൈകിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ, ന്യൂ ഇയറിൻ്റെ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞു പുൽക്കൂട്. നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തതാണ്. അതുപോലെ തന്നെ ഞാൻ ഓടിപ്പോയിട്ട് വാങ്ങിയൊരു ക്രിസ്മസ് കൊടിയാണ് കേട്ടോ. ഒള്ളി 500 ഉണ്ടായിരുന്നുള്ളൂ. ആ കടയിൽ വേഗം പോയി വാങ്ങി. മക്കൾക്കൊക്കെ നേരത്തെ പോയിട്ട് ഓരോന്നോരോന്ന് കാശ് വെക്കുമ്പോൾ പോയി വാങ്ങിയായിരുന്നു. പക്ഷേ എനിക്ക് വാങ്ങിയിട്ടുണ്ടായില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ റെഡിയായി വന്നതാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അവനെയും കൊണ്ട് മരുന്നിനൊക്കെ നടക്കലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മര്യാദയ്ക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോ ടെൻഷനും ആയിരുന്നു എങ്ങനെയാവും ക്രിസ്മസ് എന്ന്. എന്തായാലും ദൈവം ഉള്ളതുകൊണ്ട് ഓണം പോലെയൊക്കെ അങ്ങനെ നടത്തി. വലിയ ആഘോഷമാക്കി നമ്മൾ ചെയ്തില്ല. നമ്മുടെ അടുത്തൊന്നും ആരും പുൽക്കൂടും സ്റ്റാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർക്കൂടെ ഒക്കെ വീട്ടിലൊക്കെയും കുറേ പ്രശ്നങ്ങളും വയ്യായികളൊക്കെ കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളും പുറത്തൊന്നും അലങ്കാരങ്ങൾ അത് നമ്മളൊരു സ്റ്റാർ മാത്രം ഇട്ടുള്ളൂ. പിന്നെ നമ്മുടെ നടയിൽ ഇങ്ങനെ ചെയ്ത് അനു ഇവിടെ ഇരുന്ന് മൊബൈൽ കളിക്കുന്നുണ്ട്. അവിടെ റിച്ച് കിടക്കുന്നുണ്ട്. എടുക്കാൻ പോയി വച്ചെടുക്കും. റമ പുറത്തോട്ട് പോകാൻ വേണ്ടി റെഡിയായി വണ്ടി ഇറക്കിയ ഞാൻ എന്നെ എടുക്കണം. അവനോർത്ത് അവനെയാണ് എടുക്കണേന്ന്. ഇപ്പൊ നിന്റെ ഇത് കണ്ട അവൻ എനിക്ക് സ്റ്റാറിൽ ഇടാൻ പോലും തന്നില്ലേ. ഇതെപ്പം മേടിച്ച് ഇന്നലെ അവിടെ നിന്ന് ഇതാണോ മേടിച്ച ഒരു സാധനം കുഴൽ പോലത്തെ? ഇത് ഇന്നലെ ചാലക്കുടിന്ന് ഒരു സാധനം കുഴൽ പോലത്തെ മേടിച്ചത്. നമ്മളൊന്ന് പുറത്തോട്ട് പോയിന്ന് എടുത്ത് വെക്കടാ. സമയം പോണവന്ന ഇനി ചവിട്ടിയാൻ ഇടും സൈക്കിൾ താഴത്തോട്ട്. അതാണ് വേഷം. എടാ വണ്ടിടാ. എടാ പുറകിൽ നിന്നൊരു വണ്ടിയുടെ ലൈറ്റ് വന്നോണ്ട് നിന്റെ ലൈറ്റ് കാണൂലടാ. വലിയ കാട്ടു സ്കൂട്ടി വന്നടാക്കാ. അവിടെ നിന്നൊരു വണ്ടി തന്നെ ഉണ്ട്. അതാണ് കാണൂല. എടുത്തു വെക്ക് സൈക്കിൾ. വാ. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വീടുകളിലുള്ള സ്റ്റാറും പുൽക്കൂടൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ റമോദി സൈക്കിളും കൊണ്ടുള്ള സർക്കസാണ് കേട്ടോ. അവൻ ഇതുമ്പോൾ കുറച്ച് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പുൽക്കൂട് മേടിക്കാൻ പോയപ്പോൾ കൂടെ അതൊക്കെ അവൻ മേടിച്ചത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അടുത്തടുത്ത് ഓരോ വീട്ടുകാരുടെ പുൽക്കൂടുകളാണ് കേട്ടോ. ഓരോരുത്തരും അവരുടേതായ അവസ്ഥയ്ക്കനുസരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കും സാഹചര്യം ഇല്ലായിരുന്നെങ്കിലും ഇങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. അവൻ ഓണത്തിൻ്റെ ഇടയ്ക്ക് കൂടെ പുട്ടുവച്ചോളം നടത്തി. ഞാൻ പുൽക്കൂട് മേടിക്കാൻ പോയപ്പോൾ കൂടെ ഈ ഒരു സാധനം അവൻ മേടിച്ചാൽ കണ്ടില്ല. ബില്ലിട്ട് വെള്ളിട്ട് അവൻ്റെ പുൽക്കൂട് അല്ല സൈക്കിളും നോക്കാൻ. ഇത് നമ്മുടെ ഫ്രാൻസ് ടീച്ചറുടെ വീട്ടിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മഞ്ഞിൽ നിൽക്കണ പോലെ ആ പഞ്ഞി ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് ഫ്ലാവി അല്ലേ ഇവിടുത്തെ മോൻ പള്ളിയിൽ അലങ്കാരങ്ങളൊക്കെ ചെയ്യണതാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഐഡിയ ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളങ്ങനെ കുറേ വീടുകളിൽ എടുത്തിട്ട് എല്ലാവരുടെയും പേരുകളൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് വീട്ടുകാരുടെ പേരൊന്നും ഞാൻ പറയണില്ല. ഇതപ്പോൾ നമ്മുടെ സ്റ്റീഫയുടെ ഒക്കെ വീടാണ് കേട്ടോ. ഫ്രാൻസ് ടീച്ചറുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അവരെങ്ങോട്ട് പോയി വന്നിരുന്ന ആ സമയത്ത് നമ്മൾ വെറുതെ പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊറ്റക്കാണ്. 3 പെൺകുട്ടികളാണ്. പക്ഷേ അവരാണ് എല്ലാ വർഷവും തന്നെ ഉണ്ടാക്കണം കേട്ടോ. വീടും ചെറിയ വീടും അതുപോലെ തന്നെ വലിയ കൂടാരങ്ങളൊക്കെ ഉണ്ടല്ലോ, സത്രം പോലെയുള്ള വലിയ അതൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവള്. ഈ ലൈറ്റിൽ അത് അങ്ങോട്ട് എടുത്ത് കാണാനുള്ള ലൈറ്റ് ഇട്ടേക്കണോണ്ട് അടുപ്പിച്ച് നോക്കിയാലേ കാണുള്ളൂ. അതൊക്കെ അവൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഒന്ന് സൂം ചെയ്യണം കേട്ടോ. പുൽക്കൂടും പിന്നെ പുൽക്കൂട്ടിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മണ്ണിലുള്ള ലൈറ്റുകൾ കാരണം ചിലത് വ്യക്തമായിട്ട് കാണാഞ്ഞത്. ഇതൊക്കെ ഇതൊരു വലിയ വീടാണ് കേട്ടോ. അത് നമുക്കൂടെ ലൈറ്റ് ഇട്ടേക്കണോണ്ട് മനസ്സിലാവാതെ പകല് കാണണം. അതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് അവള്. അതെ ആ ചെടി അവർക്കൊരു ചെമ്പരത്തി ഉണ്ട്. അതുമേൽ കുറേ സ്റ്റാർ പോലത്തെ ഒരു പൂ പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായി. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് പേപ്പർ കൊണ്ടുള്ള വർക്കാണ്. അടിപൊളിയായിരുന്നു. അടുത്തുള്ള വീടുകളിലൊക്കെ പുൽക്കൂടുകളാണ് ഇതൊക്കെ. ഓരോരോ വീടുകളിലും ഞാൻ കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഉറക്കമായിട്ട് എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. അടിപൊളി. സൂപ്പർ. നോക്കി ഒരുത്തൻ വീഴാനായിട്ടുള്ള കാണിക്കലാണ്. നമ്മളിങ്ങനെ വീടുകളിലെ പുൽക്കൂടുകൾ കണ്ട് നടക്കുകയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ട്രീകൾ മാത്രമേ ഉള്ളൂ. ചില വീടുകളിൽ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളകത്താണ് ഉണ്ടാക്കിയേക്കണം. ലൈറ്റൊക്കെ കാണാനുണ്ട്. നമുക്ക് അവിടുത്തെ ട്രീ ഒന്ന് കാണാം, അവിടുത്തെ പുൽക്കൂട് ഒന്ന് കാണാം കേട്ടോ. ഇത് ടെക്നോ. ഇതവിടെ സൂപ്പറാണല്ലോ. പക്ഷെ അവിടെ നിന്ന് അടുത്ത് കാണാൻ പറ്റൂല കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോകണം. ഇതവിടെ ഒരുത്തം കണ്ട സൈക്കിളുമ്പോൾ സർക്കസ് കാണിക്കണം. ഒന്നും കാണൂല ഇരുട്ടത്ത് എനിക്ക്. ഇതേ എൻ്റെ മേത്ത് കയറ്റല്ലേ. വാ. ഇനി എവിടെയാണ് നല്ല പുൽക്കൂടുകൾ വേറെ കണ്ടത്?
ഇല്ലല്ലോ. വാ പോകാം. വാടാ. ഹാപ്പി ക്രിസ്മസ്. പുൽക്കൂടൊക്കെ ഒന്ന് കാണാൻ പണി കഴിഞ്ഞ നേരെ ഒന്ന് നടക്കാനും ഇറങ്ങിയതാണ്. പക്ഷെ അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാണ്, നമുക്ക് കാണാൻ പറ്റില്ല. അതെന്നെ നമുക്ക് കാണണ്ടേ. കൊഴപ്പില്ല. ഞാനപ്പോ ഇന്ന് രാത്രിത്തെ വീഡിയോയിൽ ചേർക്കാൻ വേണ്ടിയായിരുന്നു. ഇവിടെ അടുത്താണ്ടാ. അങ്ങോട്ട് പേരെന്താണ്? പേരെന്താണ് അങ്ങല്ല? ഫ്രാൻസിസ്. ഞാൻ ജോണിച്ചിയുടെ വീടില്ലേ അവിടെ താമസിക്കാം. അത് തന്നെ. ആ വാ യൂട്യൂബ് ചാനലുണ്ടേ. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി. ഓക്കേ, അടിപൊളി, നല്ല രസമുണ്ട് കേട്ടാ. വെറൈറ്റി ആണ് ഇങ്ങനെ ചകിരി. അതെ അതെ. അപ്പൊ നല്ല റെഡ് ട്രീയും വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ്. ഇങ്ങനത്തെ ഒരു പുൽക്കൂട് നമ്മ കണ്ടിട്ടില്ല എവിടെയും. അതെ അല്ലേ. ഇവർക്ക് പുരാവസ്തു കച്ചവടം ഉണ്ട് കേട്ടാ. സ്ഥലം എവിടെയാണ് കൊടുക്കണ? വീട്ടിൽ തന്നെ. അപ്പൊ ആൾക്കാർക്ക് സമീപിച്ചാൽ കിട്ടുമല്ലേ? വന്നാല് കിട്ടും ആളുകൾക്ക്. അങ്ങനെ കുറഞ്ഞു തുടങ്ങി അല്ലേ? വാ അല്ലേ? തെമ്മാലാക. അയ്യോ നല്ല രസമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ്. ആ മുല്ലയൊക്കെ വന്നതേ നാച്ചുറാലിറ്റി കണ്ടാ. അതന്നെ. അതാ കറക്റ്റ് ഡ്രൈ ആയി നിക്കണ ചില്ല വന്നപ്പോഴേ ശരിക്കും. ചെയ്തതാണ്. പല സാധനങ്ങൾ അങ്ങനെ ഇവരുടെ ക്രിയേഷനാണ്. അപ്പൊ നമ്മൾ നടത്ത അവസാനിപ്പിക്കുമ്പോ ഇവിടെയാണ് ലാസ്റ്റ് വന്നത്. മോൻ +1. മൂത്തവര് 3 പേര്. അപ്പൊ നമ്മുടെ രാത്രി യാത്ര അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ക്രിസ്മസ് ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണ്. എല്ലായിടത്തും പുൽക്കൂടൊക്കെ എടുത്ത് നമ്മൾ പോയത്. അപ്പം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടെ. നമ്മളപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു 2 വീടിൻ്റെ ഇപ്പുറത്തായിട്ടാണ്. നമ്മൾ ജംഗ്ഷൻ വരെ ഒന്ന് പോയതാണ്. ആ കടയിൽ പോകാനുണ്ടായി. അപ്പോഴാണ് ഞാൻ ഓർത്ത് എല്ലായിടത്തും പുൽക്കൂടിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഓരോരോ വീട്ടിൽ പുൽക്കൂടിൻ്റെ വീഡിയോ എടുത്തെടുത്ത് വരികയാണ് കേട്ടോ. വീടെത്തി അമ്മ. ഹാപ്പി ക്രിസ്മസ്. അമ്മയൊക്കെ എന്തി ഇറങ്ങിയാ? അപ്പോൾ നമ്മുടെ വീടാണ് അപ്പുറത്ത് കേട്ടോ.